ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എവിടെ നിന്നാണെന്നറിയാം, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, നമ്മൾ റിയാദിലാണ്ടുള്ളത്. കിങ്ഡം ടവറിൻ്റെ മുമ്പ് തന്നെ തുടങ്ങണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ റിയാദിൽ വന്നു. ഇനി എക്സ്പ്ലോറിങ് റിയാദാണ്. അപ്പോൾ മെട്രോയൊക്കെ ചാലു ആയിട്ടുണ്ട്. ഒരേ പൊളിയാണ്. മെട്രോയും ബസ് ഒരു വർഷമായി എന്ന് പറഞ്ഞത് ചാലുമായിട്ട്. മെട്രോ ഇപ്പോൾ ചാലുമായിട്ട് നവംബർ 7 എങ്ങാനാണ് ചാലുമായത്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, അടിപൊളി സിറ്റി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് റിയാദിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് ചോദിക്കോളിയാ യാ മോനെ, ഇത് 99 ഫ്ലോർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 99 ഫ്ലോർ ഉണ്ട്. ഓക്കെ, സംഭവം നല്ല അടിപൊളി ക്ലീൻ സിറ്റിയാണ്. അപ്പോൾ ഇതിപ്പോൾ പകലത്തെ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ രാത്രിക്കത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരും. നൈസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 ദിവസമായി. അപ്പോൾ അങ്ങനെ കറങ്ങാൻ ഇറങ്ങി. ഇങ്ങോട്ട് നോക്കി, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. 4 മണിയാകുമ്പോഴേ ഇതിൻ്റെ മേലെ കയറാൻ പറ്റുള്ളൂ. ഏറ്റവും ടോപ്പിൽ കയറാൻ 75-78 റിയാലാണ് ഇതാണ് പറഞ്ഞത്. നോക്കിയേതാ ഭംഗിയെന്ന്. നൈസല്ലേ ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് ഗാർഡനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നോക്ക്, സംഭവം നൈസല്ലേ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, തൊട്ടവിടെ തന്നെ എന്തുണ്ട്, ഒരു മെട്രോ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ് സ്പോട്ടാണ്. വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇവിടുത്തെ സൗദിയിലെ ഇപ്പോഴത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ് ഇതാണ്. ഓക്കെ, നോക്കി ഏതാ ഭംഗിന്ന് കാണാൻ. അപ്പോൾ റിയാദിലുള്ളവർക്കൊക്കെ അറിയാം, ബാക്കിയുള്ള ഏരിയയിലുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ റിയാദിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിയാദ് മെട്രോയിൽ 2 മണിക്കൂറിനേക്ക് 4 റുപ്യ, 3 ദിവസത്തേക്ക് 20 റിയാലാണ്. ഉറുപ്പ്യല്ല, റിയാൽ. 3 ദിവസത്തേക്ക് 20 റിയാൽ. 3 ദിവസം നമുക്ക് ഫുള്ള് അൺലിമിറ്റഡ് ബസ്സിലും മെട്രോയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ 20 റുപ്യൻ്റെ ടിക്കറ്റ് ഓൺലൈനിലാണ് ചെയ്തത്. ഓൺലൈനിൽ നമുക്ക് അതിൻ്റെ ആപ്പുണ്ട്. ആപ്പിൽ എന്താക്കാം ആപ്പിൽ നല്ല വെയിൽ, നല്ല സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ. ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയൊരു ടൈമാണ്. നോക്ക്, ഇതിൻ്റെ പകലത്തെ കാഴ്ച ഞാൻ ഈ ഒരു വീഡിയോയിൽ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിങ് ഫഹദ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട് അപ്പുറത്ത്. അവിടെയും വൻ ബിൽഡിങ്ങുകളും ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും പോകും. ഇത് പകലത്തെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ രാത്രി വ്യൂ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരും. ഇങ്ങോട്ട് നോക്ക്, വാട്ടർഫാൾ കാണുന്നുണ്ടെങ്കിൽ മേലെ നിന്ന് ഇങ്ങനെ കയറി വരും. ഇങ്ങോട്ട് വെള്ളം അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, സംഭവം നൈസല്ലേ ഗൈസ്. കിങ്ഡം ടവറിൻ്റെ ചോട്ടിലാട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കി ഏതാ ഒരു മൊഞ്ച്. സംഭവം നൈസല്ലേ. ഇവിടെയൊക്കെ ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയും നല്ല അടിപൊളി സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ രാത്രി ഫയർ വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ന്യൂ ഇയർ ഇന്ന് ഡിസംബർ 31 കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണണം. അത് കഴിഞ്ഞിട്ട് ബൊളിവാർഡ് പോകണം. ബൊളിവാർഡ് അവിടെയൊക്കെ പോയി നമ്മളൊന്ന് പൊളിക്കും. അപ്പോൾ ഇതൊരു 2-3 എപ്പിസോഡായിട്ട് നമുക്ക് ഇടാമല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ കയറാം. മൊത്തം ആകാശത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. നോക്കാം, അതിൻ്റെ മേലെ ഗ്ലാസ് ബ്രിഡ്ജാണുള്ളത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫുള്ള് കാണുക. ഓക്കെ, സംഭവം അടിപൊളിയല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കിങ് ഫഹദ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലേക്ക് പോവാൻ കേട്ടോ. ഓക്കെ, സെറ്റ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്. ഈ സമയത്ത് വരണം, പെരുംചൂടുള്ള സമയത്തൊന്നും വരരുത്. ഇനി ഞാൻ ഇന്നലെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു റങ്കാണ്, ഒരു അനുഭൂതിയാണ്. സംഭവം പൊളിയാണ്, പൊളി. നോക്കി കണ്ടോ, ഫുള്ള് ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെട്രോയിൽ കയറിയിട്ട് അടുത്ത സ്പോട്ട് പിടിക്കാം. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇനി നേരെ കിങ് ഫഹദ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലേക്ക് പോവാം. ഓക്കെ, സംഭവം ഏതാല്ലേ ഭംഗി, നൈസല്ലേ ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, അവിടെ ഒരു ഉമ്മച്ചിൻ്റെയൊക്കെ പ്രായമുള്ള ഒരു താത്ത വന്നിട്ട്, അപ്പോൾ താത്ത പറഞ്ഞു എന്നോട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. അങ്ങനെ ഞാൻ താത്തക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്ത് അടിപൊളി ഇതാട്ടോ. കിങ്ഡം ടവർ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ ഇനി മെട്രോയിൽ കയറുന്നു. ഇനി കിങ് ഫഹദ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സെറ്റ് കേട്ടോ. ഇതാണ് നമ്മൾ സ്കാനിങ്. ഇവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു. നമ്മൾ നേരെ
മെട്രോയിൽ കയറുന്നു പോകുന്നു. സംഭവം ഇന്ന് സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിലൊന്നും ഡ്രൈവറില്ല. ഓക്കെ, ട്രെയിനിലൊന്നും ഡ്രൈവറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമുക്ക് പോകേണ്ട സ്ഥലം അറിയാം. ഇങ്ങോട്ടൊക്കെ ഇതാ ഇതിലുള്ള സ്ഥലത്ത് ഇതാ ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. മർക്കസ് മാലി കഫ്ദ് എന്നാണ് അതിന് പറയുക. കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ്. മോനെ അങ്ങോട്ട് നോക്കുക. അതാണ് കേട്ടോ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ കാണുന്നത്. സംഭവം നൈസല്ലൊക്കെ ഇപ്പോൾ മെട്രോയിൽ പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ്. ഈ സൈഡിൽ ഞങ്ങൾ ദൂരെ കിങ്ഡം ടവർ കാണുന്നില്ല. നമുക്ക് അടിപൊളിയല്ലേ, നൈസ് വ്യൂ ഉണ്ട്. ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ പാർക്കിംഗ് താഴെ. ആ സൈഡിലാണ് നമ്മുടെ ബിൽഡിങ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ഏതാ ഭംഗി നോക്കി കാണാൻ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ഉണ്ടല്ലോ, മെട്രോ സ്റ്റേഷൻ വൻ രസമാണ് കാണാൻ. ഇനി വേഗം ഈ സൈഡിലേക്ക് പോകാം. നോക്ക്, മോനെ സീനുണ്ടോ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുള്ള നല്ല രസമുള്ള ബിൽഡിംഗ് കാണാൻ. മോനെ സീൻ കേട്ടോ. അടിപൊളിയല്ലേ ഗൈസ്. നോക്കി ഏതാ ഭംഗി വ്യൂ. ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കിങ് ഫഹദ്. ഇതാണ് നമ്മളെ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ. എൻ്റെ മോനെ ഇങ്ങോട്ട് നോക്ക്. ഈ മെട്രോ സ്റ്റേഷൻ ഏതാ വർക്കെന്ന്. നല്ല അടിപൊളിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് സംഭവം അടിപൊളി. ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ ഉണ്ടോ. മോനെ സീൻ. സംഭവം എന്താ ഒരു ഭംഗി എന്നറിയാം. ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടല്ലോ, സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മിയ സാ أنت من وين؟ الحمد لله تمام. لا هنا الرياض ولا؟ ايوه الرياض. زين تمام زين. ها هذا صديق سوي حبتين. اوكي حبيبي good luck. اوكي ثانك يو. നോക്കി ഏതാ ഒരു ഭംഗി നോക്കി ചെയ്തിട്ടുള്ളത്. നൈസല്ല ഗൈസ്. നോക്ക് മക്കളെ, ഏതാ ഒരു ഭംഗി നോക്കുക. ആകാശമൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ കാണാൻ. ഫുള്ള് ഭയങ്കര എന്തെന്നാ പറയുക, ഒരു 10-50 വർഷം മുന്നോട്ട് പോയ പോലെ ഉണ്ട്. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണില്ലേ, അനിമേഷൻ മൂവീസിലൊക്കെ, അതേപോലെ ഉണ്ട് സംഭവം. അടിപൊളിയായിട്ട് ഇതിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ ഡിസൈൻ എന്താ നോക്കില്ലേ, ഭംഗി കാണാൻ നല്ല അടിപൊളി ഡിസൈൻ അല്ലേ ഗൈസ്. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവെക്കിയിട്ട് ഏതാ നോക്ക്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മോനെ സീ